ഈ അടുത്ത് ഭരദ്വാജ് രംഗനായിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു ആ പൃഥ്വിരാജ് സുകുമാരൻ. ആ അപ്പൊ അതിൽ കൊടുത്തിരുന്നു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം, ആ ഒരു ചോദ്യമുണ്ട്. 20 വയസ്സായ പൃഥ്വിരാജിനോട് ആ എന്തെങ്കിലും ഒരു ഉപദേശം ഇന്നത്തെ പൃഥ്വിരാജിന് കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തായിരിക്കുമെന്നാണ്. അപ്പൊ അതിന് ആ മറുപടിയായി പൃഥ്വിരാജ് പറയുന്നത് എല്ലാം ശരിയാവും, അമ്മ നോക്കിക്കോളും എന്നാണ്. അത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. അതെ അദ്ദേഹം പറയുന്നത് ഒരു 6 മാസത്തെ കഥയാണ്. അതായത് 6 മാസം ഇവിടെ നിന്ന് സിനിമ ചെയ്ത് ഞാൻ തിരിച്ചു പോയി കോഴ്സ് ചെയ്തോളാം അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, 6 മാസം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ സിനിമ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ആ കോഴ്സ് ഇപ്പൊ ചെയ്യണ്ട, സിനിമ ചെയ്യുമെന്നാണ്. അതെ എന്തായിരുന്നു ഇത്രയും ധൈര്യം? സത്യം പറയുകയാണെങ്കിൽ ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സുഹൃത്തിനും കൂടെ സുഹൃത്തിൻ ഒന്നിനും വന്നില്ലെങ്കിലും മക്കളുടെ ആനുവൽ ഡേക്ക് വരും. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ സൈനിക് സ്കൂളിലുമൊക്കെ ഇവരുടെ പെർഫോമൻസ് അന്നൊക്കെ ഇവർ രണ്ടുപേരും അഭിനയിക്കുകയും ചെയ്യും, പാട്ടും പാടും. പ്രത്യേകിച്ച് രാജു എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അന്ന് അപ്പോൾ അന്നേ ഇതൊക്കെ സംവിധായകനാ? കൊള്ളാം, സ്കൂളിലെ കുട്ടികളെ ഫ്രണ്ട്സിന്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ സുഖമായിട്ട് തന്നെ പറയും ആര് മിക്കവാറും സിനിമയെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, ഇത് പറയുന്നിട്ട് അത് വലിയ മോശമാണെന്ന് തോന്നുന്നില്ല, നമ്മൾ രണ്ടുപേരും അതിനകത്ത് നല്ല ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷെ ഇവർ രണ്ടുപേരും അവർക്ക് ജന്മസിദ്ധമായിട്ട് ഇച്ചിരി അഭിനയിക്കാൻ, പിന്നെ സൈനിക് സ്കൂളിലെ ട്രെയിനിങ് കാരണം എവിടെയും സംസാരിക്കാനുള്ള ഒരു ഇതൊക്കെ ആ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി. തീർച്ചയായിട്ടും അതെ, ആ ഫൗണ്ടേഷൻ അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആയിട്ട് ആ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത് സൈനിക് സ്കൂളാണ്. അന്ന് രാജുവിന് സിനിമ അഭിനയം മാത്രമല്ല കേട്ടോ, ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അത് സുവർണോട് തന്നെ കൊച്ചിലെ അവൻ ചോദിക്കുമായിരുന്നു. മറ്റേതിൻ്റെ കാര്യം, ഹെലികോപ്റ്റർ പോകുന്ന കാര്യം, മറ്റേത് ഇങ്ങനെ പലതും ചോദിക്കും. അപ്പോഴൊക്കെ സുവർണ പറയും, സിനിമ അഭിനയം മാത്രമല്ല, അവന് പല പുസ്തകങ്ങളും അവന് വായിക്കണം എന്നുണ്ട്, അറിയണം എന്നുണ്ട്, ഫിലിം മേക്കിങ് ഇനി വല്ല ഡയറക്ഷനാണോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, മോനിങ്ങനെ പറഞ്ഞു, അമ്മേ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനി എനിക്കൊരു ഓറിയൻറ്റേഷൻ കോഴ്സ് അതേ ഉള്ളായിരുന്നു കേട്ടോ. വർഷത്തിൽ മോൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, എന്താ ഒരു ഗോൾഡൻ ലോട്ടസോ അങ്ങനെയൊക്കെ. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യക്കാരന് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് മോനാന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച ഒരു കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഒരു 9 മാസം അവർക്കൊരു ഓറിയൻറ്റേഷൻ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ എക്സാം, അത് കഴിഞ്ഞിട്ടാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടേണ്ടത്. അങ്ങനെ ഈ സുഗോട്ടൻ്റെ പേരിൽ ഞാനൊരു ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, പി സുകുമാരി. ഇപ്പോഴും ട്രസ്റ്റ് ഉണ്ട്, ഞാനത് പക്ഷേ വലിയ പരസ്യം ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ആദ്യത്തേതിന് തിരുവനന്തപുരത്ത് എല്ലാവരും, സത്യം പറഞ്ഞാൽ അത് മമ്മൂട്ടി, മോഹൻലാൽ അടക്കം, ജയഭാരതി അടക്കം, ജയഭാരതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിനുവേണ്ടി മെനക്കെട്ട് എൻ്റെ ഉദ്ഘാടനത്തിന് വന്നു എന്ന് മാത്രമല്ല, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, വന്നൊരു ഡാൻസൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈശ്വര, ഇത്രയും സഹകരിച്ചല്ലോ എല്ലാവരും എൻ്റെ സുഗോട്ടൻ്റെ പേരിലൊരു ട്രസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് രാജുവിൻ്റെ അവധി നോക്കി വെച്ചതാണ് ഞങ്ങൾ. അവൻ 1.5 മാസത്തെ അവധിക്ക് വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ നടൻ സിദ്ദിഖ്, പക്ഷേ എന്നെ വിളിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തും വിളിച്ചു, ഫാസിൽ സാറും വിളിച്ചു. ഞാൻ ഫാസിൽ സാറിനെ അങ്ങോട്ട് വിളിച്ചു. അവിടെ രഞ്ജിത്ത് പറഞ്ഞു, പാച്ചിക്ക ഒരു വീഡിയോയ്ക്കകത്ത് രാജുവിൻ്റെയും അസിൻ്റെയും കൂടെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അതെ, നല്ലൊരു ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറുടെ ഒരു വേഷം അത് രഞ്ജിത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, അവനൊരു ഫ്ലെയർ ഉണ്ട് മല്ലിക, അവൻ മിക്കവാറും എന്നൊക്കെ പറഞ്ഞ് സാറും ഒരുപാട് ഒരു പ്രോത്സാഹജനകമായ വർത്തമാനമാണ് ഫാസിൽ സാറും പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനോട് സംസാരിച്ചേട്ടാ, അവൻ ഏതായാലും 1.5 മാസത്തെ അവധിയേ ഉള്ളൂ, അതിന് ഒരു ഫെബ്രുവരി അവസാനം തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ആദ്യം ഇല്ല, നമുക്കിതാകപ്പാടെ ഒരു 30 ദിവസം കൊണ്ട് തീർക്കാം ചേച്ചി വർക്കൊക്കെ. എന്നാലും പിന്നെയും 15 ദിവസം കിടക്കുകയല്ലേ, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അവനെ കൊണ്ട് തന്നെ നമുക്ക് പറ്റിയ ഡബ് ചെയ്യിച്ചിട്ട് അങ്ങ് വിടാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എന്ത് പറയുന്നു മോനെ? അപ്പോൾ പറഞ്ഞു, അല്ലമ്മേ അത് ഈ പറയുന്ന പോലെ തീർന്നില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്തേ, എഴുതിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഈ സിനിമയുടെ ഒരു ശകലം ഉണ്ടെന്നും ഉള്ളിൽ എനിക്കറിയാം, അവനതിനുള്ള കഴിവുണ്ടെന്നും എനിക്കറിയാം. അപ്പം ഞാൻ വെറുതെ പറയുന്നു, നീ അവിടെ ഒന്ന് എഴുതി ചോദിക്കും, ടാസ്മാനിയല്ല, ഒരു വേണ്ടി വന്നാൽ എനിക്കൊരു 15 ദിവസത്തെ ലീവ് തരാമോ, നാട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ച കാര്യമൊക്കെ അവർക്കറിയാമല്ലോ, 1-2 പേഴ്സണൽ കാര്യങ്ങളാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് രാജുവിൻ്റെ എഴുത്തല്ലേ, വളരെ വിശദമായിട്ട് സാർ നമുക്ക് എത്ര നാൾ ഇത് കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനി വല്ല ഇത്ര ഏജിനുള്ളിൽ എഴുതി തീർക്കണം, എല്ലാം വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് വന്ന മറുപടി, ലീവിന് പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇയാൾ ഇന്ത്യയിലായ സ്ഥിതിക്ക് 30-35 വയസ്സിനുള്ളിൽ ഇത് എഴുതിയെടുക്കാം, ക്യാമ്പസിൽ തന്നെ പഠിച്ചിട്ട്, അതിന് പ്രായപരിധി ഒരു പ്രശ്നമല്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എന്തോ പറയുന്നത് അമ്മ, എനിക്ക് ആ കൂടെ ടെൻഷൻ. ഞാൻ എന്തിനാണ് മക്കളെ ടെൻഷൻ അടിക്കുന്നത്, അവർ തന്നെ പറഞ്ഞല്ലോ ലീവ് എടുക്കാമെന്ന്. പക്ഷേ ആ ലീവ് എടുക്കുമ്പോൾ അതുകൊണ്ട് നിനക്കുണ്ടാകുന്ന ഒരു പാഠ്യപദ്ധതിയിലെ എന്തെങ്കിലുമൊക്കെ ചില വിട്ടുപോകുകയോ പഠിക്കാതെ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നീ മേക്കപ്പ് ചെയ്യണം, അത് നിൻ്റെ ജോലിയാണ്.
അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്ത് നോക്ക്, മോനൊരു ചെറിയ താല്പര്യം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ എന്ന് അവൻ്റെ മുഖം അങ്ങ് സന്തോഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് സമ്മതിക്കുമോ എന്നുള്ള ഒരു ഉള്ളിലൊരു തോന്നൽ അവനുണ്ടായിരുന്നുള്ളത്. ഞാൻ അമ്മയ്ക്ക് എന്താടാ, മോൻ പഠിക്കുമെന്നുള്ള അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് 15 ദിവസത്തെ ലീവ് എടുത്തിട്ടോ, ഇനി 15 അല്ല 30 ദിവസം എടുത്താലും അത് കഴിഞ്ഞ് ചെന്ന് പഠിക്കാൻ അവർ സമ്മതിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഉത്സാഹിച്ച് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അമ്മേ ഇപ്പം ഈ പടം എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ വേറെ വല്ലൊരു പടവും കൂടെ വന്നാലോ. ഞാൻ പറഞ്ഞു എന്നാ അമ്മ സംസാരിക്കട്ടെ. മോൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കിട്ടി, 4 or 5 സിനിമ എല്ലാം കൂടെ വന്നൊരു താരമായി മാറാനുള്ളൊരു അവസരം വന്നാൽ നീ അത് ചെയ്യുമോ അതോ ഓസ്ട്രേലിയയിൽ തിരിച്ചു പോകുമോ? അന്നേരം മോൻ പറഞ്ഞു 35 എന്നൊക്കെ അവർ പറയും. അന്ന് അത്രയ്ക്ക് വയസ്സില്ല, 19, 20 ഉള്ളൂ. അമ്മ ഞാനൊരു 25 വയസ്സ് വരെ സിനിമ നോക്കും, പറ്റിയില്ലെങ്കിൽ 35-നുള്ളിൽ പോയി എടുക്കും, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കും. അമ്മ എന്നാൽ എൻ്റെ മോൻ്റെ കാര്യം നിന്നോ, സിനിമ നോക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇവനെങ്കിലും എൻ്റെ അടുത്ത് കാണും, എന്തിനാണ് എഞ്ചിനീയറിങ്ങിന് തമിഴ്നാട്ടിൽ പഠിക്കുക. അപ്പോൾ പിന്നെ രാജുവിനെ എനിക്കറിയാം, രാജു പോയിട്ടൊരു ഡിഗ്രി എടുക്കുന്ന, ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്ത് കുറച്ച് ഇംഗ്ലീഷ് മലയാളമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ വലിയ ആളായെന്നൊരു ധാരണയുള്ള കാലമാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്, ജീവിത പരിചയം എന്ന് പറയാം അല്ലേ. എത്ര ഇംഗ്ലീഷ് പറയുന്നവരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജന്മം കൊണ്ടും നമ്മുടെ വളർത്തിയ രീതികൾ കൊണ്ടും നമ്മുടെ സംസ്കാരം എന്താണ്, തറവാടിത്തം എന്താണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും ഡിഗ്രി കൂടെ മാത്രം കിട്ടുന്ന കാര്യമല്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. അപ്പം ഞാൻ മനസ്സിൽ എൻ്റെ പൊന്നുമോൻ അഭിനയിക്കുന്ന പറഞ്ഞു, എൻ്റെ ഈശ്വര ദൈവത്തിനോടാണ് ഞാൻ പറയുന്നത്. നന്ദനം ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, സാത്താൻ എന്ന് പറയുന്ന സാജൻ്റെ പടം, ഇതെല്ലാം കൂടെ അവിടെ നിന്ന് നോക്കുക ചെയ്യോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റില്ലൊക്കെ വന്നപ്പോൾ കുറേ രാജീവിച്ച് നിറമൊക്കെ ഉണ്ട്. അപ്പോൾ പോലെങ്കിൽ ഈ സുകുമാരൻ്റെ മകനാണ്, അഭിനയം കാണും, കുറച്ച് വലിയ ചേച്ചിയുടെയും കാണും എന്നൊരു ചെറിയ വിശ്വാസം അവനിലുണ്ടല്ലോ. പക്ഷെ എന്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അങ്ങനെ വന്ന് ഈ പറഞ്ഞതുപോലെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, രാജസേനൻ, ഈ നന്ദനം, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൊള്ളാൻ കേട്ടോ, അവർ ഇച്ചിരി പൊക്കവും നിറമൊക്കെ ഉണ്ടാവും, നിൽക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തികച്ചും വിപരീതമായ വേറൊരു കഥാപാത്രം സാത്താൻ, വയലൻസിലെ സ്റ്റോപ്പ് വയലൻസ്, അതെ, ഇതെല്ലാം കൂടെ വന്ന് പിന്നെ ഇവനങ്ങോട്ട് ഓരോന്നോരോന്നോരോന്നോരോ രാജുവിൻ്റെ ഒരു ഭാഗ്യമോ ദൈവാധീനമോ അതോ അച്ഛൻ്റെ അനുഗ്രഹമോ ഒന്നും അറിയത്തില്ല. പിന്നെ വന്നത് എല്ലാ ഹീറോ പടങ്ങളാണ്, എല്ലാ ഹീറോ ആയിട്ട് തന്നെയാണ് വരുന്നതും ഒക്കെ. അങ്ങനെ കയറി സിനിമയായി. അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ശരിയും കൊണ്ടത് ഒരു പേപ്പർ ഇവിടെ കൂടെ ഡിഗ്രി എന്ന് പറഞ്ഞു വെച്ചിട്ട് എന്തോ ചെയ്യാനാടാ നീ, ശരിയാണ് നല്ല കാര്യം, ഒരു ഡിഗ്രി കിട്ടിയാൽ നീ ആ ജോലിക്ക് പോകുന്നെങ്കിൽ അപ്പം, കാരണം അന്നത്തെ അവിടെ പഠിപ്പിക്കുന്നതിൻ്റെ ചിലവറിയാമല്ലോ. പക്ഷേ പാവം ദൈവമേ, ഞാൻ വലിയ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് SBT എന്നൊക്കെ അയച്ച് പഠിപ്പിച്ചെങ്കിലും 5 വർഷത്തേക്കാണ് എടുത്തത്. ഒരു 2-2.5 വർഷമേ ഞാൻ അടച്ചുള്ളൂ. ബാക്കി പിന്നീട് അവനും കൂടെ വന്ന് ഇല്ലമ്മ ഞാനും കൂടെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞത് അവനാണ് അത് ചെക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത്. അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ദൈവം സഹായിച്ച് അറിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്, ഇനി അടുത്ത 5 വർഷം കൊണ്ട് നീ അവിടെ പോയിട്ടൊരു പേപ്പർ കൊണ്ടത് ഇവിടെ വെച്ചിട്ട് ഇതെവിടെ എഴുതണ്ടേ ഞാൻ സിനിമയിൽ അഭിനയിക്കാം എന്ന് പറയാനാണെങ്കിൽ സിനിമയിൽ ഇപ്പം ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി വേണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അറിയാനും കൂടെ തമാശ പറഞ്ഞിങ്ങനെ കൂടുതൽ അമ്മയാണ് ഞാൻ. അപ്പോൾ അവനത് ഒരു വലിയ സന്തോഷമായി. അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ലല്ലോ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇനി പോകുന്നതിൽ ഇത്രയും ലോണൊക്കെ എടുത്ത് തന്നെ പഠിപ്പിച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്തുവാടാ, ഇപ്പം നിനക്ക് അതിന് ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉള്ളൊരു കുഞ്ഞാ നീ, എനിക്കറിയാതൊക്കെ പഠിക്കും. അങ്ങനെ സിനിമയിലേക്ക് വന്നത് അതാണ്. 6 മാസം കൊണ്ട് അമ്മ ശരിയാക്കിക്കോ എന്ന് പറയാൻ കാര്യം, അത് അവൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, ഇന്ദ്രൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഞങ്ങളിത് ഇങ്ങനെ എപ്പോഴും പറയാറില്ല. ആ സ്നേഹമാണ് എൻ്റെ മക്കൾക്കൊക്കെ എന്നോടുള്ളത് സത്യം പറഞ്ഞാൽ.